നമുക്ക് റോഷിപാലിലേക്ക് കൂടി പോകാം. റോഷിപാൽ, ഇനി അറിയേണ്ടത് അടുത്തത് ആരൊക്കെ കുടുങ്ങുമെന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ അത് ഏറെ നിർണായകമാണ്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി തട്ടിയെടുത്തത് എന്നൊക്കെ തന്നെയാണ് മൊഴി നൽകുന്നത്. അപ്പോൾ പ്രതിപട്ടികയിലുള്ള ഓരോരുത്തരെയായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും SIT നടത്തുക. അഭിനീത, പ്രതിപട്ടികയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരെയായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. പിന്നീട് ചോദ്യം ചെയ്യൽ മാത്രമല്ല, തെളിവെടുപ്പും ഒപ്പം തൊണ്ടി മുതൽ കണ്ടെടുക്കലുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പയാണ് ഈ തെളിവ് മുതലായ തൊണ്ടി മുതലായ ഈ സ്വർണം കണ്ടെടുക്കൽ. 2 കിലോഗ്രാം സ്വർണമാണ് സന്നിധാനത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിയെടുത്തത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പ്രതിപാദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ അറസ്റ്റാണ് ഏറ്റവും പ്രധാനമാവുക. ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ, മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ ശബരിമലയിൽ നടന്നോ എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യമടക്കം അന്വേഷിക്കണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി അന്വേഷണ സംഘം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കവും നിർണായകമായിരിക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. തൊട്ടു പിന്നാലെ തന്നെ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ കസ്റ്റഡിയിലെടുക്കും. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തും. അവരെയും കൊണ്ട് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിർത്തിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള ഓരോ ഇടപെടലുകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകും. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കണം. 6 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തിനകം തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച കൃത്യമായി എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. വിനീത, ശരി, അതാണ്. മുരാരി ബാബു ഉൾപ്പെടെ അങ്ങോട്ട് വലിയ നിര തന്നെയുണ്ട് ഉദ്യോഗസ്ഥരുടേതായി. ഇതിൽ സ്വർണം വീതിച്ചെടുത്തവർ ആരൊക്കെ പ്രത്യുപകാരം ചെയ്തു എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അത് ആർക്കൊക്കെ ചെയ്തു എന്നതുകൂടി അറിയണം. വിശദാംശങ്ങൾ നൽകുകയാണ് റോഷിപാൽ. TV പ്രസാദ്, ഒപ്പം റഹീസ് റഷീദും ഹരിമോഹനും. TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദിൽ ഇപ്പോൾ നിർണായകമായ പങ്ക് സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. പങ്കജ് ഭണ്ഡാരിക്കുണ്ട്. ഇതിൽ കൽപേഷ് എന്ന ഇടനിലക്കാരനുണ്ട്. കേരളം വിട്ടതാണ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്ന് സംശയമുണ്ട്. ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ അന്വേഷണവും തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. എന്താണ് ഇനി അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ? പോറ്റിയെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യും. തെളിവെടുപ്പ് എങ്ങനെയാണ്? വിനീത, ഇന്നുകൂടി കഴിഞ്ഞാലും ഇനി 13 ദിവസം കസ്റ്റഡിയിലുണ്ട് എന്നൊരു ആശ്വാസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ശബരിമലയിലും ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും എല്ലാം എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തട്ടിപ്പിന് വേണ്ടി പോയ സ്ഥലങ്ങൾ കണ്ട ആളുകൾ, അവരുടെ അടുത്തേക്കെല്ലാം അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് എത്തിക്കേണ്ടി വരും. അത് ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകവുമാണ്. അത്രയും സമയം കോടതി അനുവദിക്കാനുള്ള കാരണവും അതാണ്. SITയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇനി ആകെ 5 ആഴ്ച മാത്രമേ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. 6 ആഴ്ച എന്ന സമയം അനുവദിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള നീക്കമാണ് ഏറെ പ്രധാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് എന്തായാലും തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം നടത്തിയത്, അതിലേക്ക് എത്തുക എന്നുള്ളതാണ് കനത്ത വെല്ലുവിളി. നേരത്തെ ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴികളിൽ പലതും കളവായിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് വിനീത. മാത്രമല്ല, ദേവസ്വം വിജിലൻസ് കണക്കെടുത്തത് സ്മാർട്ട് ക്രിയേഷൻ ഇത്ര ഗ്രാം ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് റിപ്പോർട്ടിൽ എഴുതുകയാണ് ചെയ്ത്. അതല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആൾ ഇത്ര ഗ്രാം സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എഴുതുകയാണ് പതിവ്. പക്ഷേ ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ രീതി അതല്ല. ഏതെങ്കിലും രീതിയിൽ കളവ് പറയുകയാണെങ്കിൽ ആ അത് കളവാണെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് തെളിവുകൾ കാണിക്കാനുള്ള സംവിധാനം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാനും കഴിയും. ഇനി മുന്നോട്ടുള്ള നീക്കം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരും അതുപോലെ ഭരണസമിതി അംഗങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയ തട്ടിപ്പ് എന്നുള്ളതാണ് പ്രധാനമായും. ഇപ്പോൾ വന്ന FIRകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ആ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള ആളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റിയോ എന്നുള്ളതാണ് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ അതറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിനീത.